CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പ്ലേ ഓഫിന്റെ സാധ്യതകളെല്ലാം നീളുകയാണ്. ഇന്ന് നടന്ന ജംഷഡ്പൂർ എഫ്സിക്കെതിരായുള്ള മത്സരത്തിൽ 1-1 എന്ന സമനിലയിലാണ് മത്സരം അവസാനിച്ചിട്ടുള്ളത്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ജംഷഡ്പൂർ എഫ്സിയെ നേരിട്ട കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി 1-1 എന്ന സമനില വാങ്ങിയിരിക്കുകയാണ്. ആദ്യ പകുതിയിലാണ് 2 ഗോളുകളും പിറന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഫലത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫിനായുള്ള കാത്തിരിപ്പ് തുടരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇന്നത്തെ ഒരു മത്സരത്തിൽ ആദ്യ പകുതി വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല നീക്കങ്ങൾ നടത്തിയ കേരള ബ്ലാസ്റ്റേഴ്സ് 23-ാം മിനിറ്റിൽ ദിമിയിലൂടെ ലീഡ് കണ്ടെത്തുകയുണ്ടായിരുന്നു. ജസ്റ്റിന് നൽകിയ പാസ് സ്വീകരിച്ചാണ് ദിമി തന്റെ ഇടം കാലുകൊണ്ട് ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. ദിമിയുടെ ലീഗിലെ 13-ാമത്തെ ഗോൾ കൂടിയാണിത്. ഈ ഒരു ഗോളോടെ ദിമി ഈ ഒരു സീസണിൽ ടോപ്പ് സ്കോററായി മാറിയിരിക്കുകയാണ്. പിന്നീട് നല്ല അറ്റാക്ക് നടത്താൻ ബ്ലാസ്റ്റേഴ്സിന് ആയിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ ജസ്റ്റിന് പരിക്കേറ്റ് പുറത്തുപോയത് ബ്ലാസ്റ്റേഴ്സിന് വളരെ വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ആദ്യ പകുതിയിൽ തന്നെ ജംഷഡ്പൂർ എഫ്സിയുടെ സൂപ്പർ താരമായ സെവേറിയോ സമനില ഗോൾ നേടി. ഇതോടെ മത്സരം 1-1 എന്ന സ്കോറിൽ ആദ്യ പകുതി അവസാനിച്ചു. ഇതിനുശേഷം 90-ാം മിനിറ്റിൽ ചെർണിച്ചിന്റെ ഒരു ഷോട്ട് പോസ്റ്റ് തട്ടി മടങ്ങിയത് നിരാശ നൽകുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു. ഇതിനുശേഷവും കേരള ബ്ലാസ്റ്റേഴ്സ് വിജയ ഗോളിനായി ഒരുപാട് അറ്റാക്കുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ശേഷം 95-ാം മിനിറ്റിൽ ദിമിയുടെ ഗോൾ എന്ന് ഉറപ്പിച്ച ഷോട്ട് രഹനേഷ് സേവ് ചെയ്തു. അതൊരു ഉഗ്രൻ സേവ് തന്നെയായിരുന്നു. അതേസമയം മറുവശത്ത് കൗണ്ടർ അറ്റാക്കിങ്ങിൽ ജംഷഡ്പൂരിന് അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഉഗ്രൻ ഗോൾ കീപ്പറായ കരഞ്ജിത്ത് സേവ് ചെയ്യുകയും ചെയ്തു. ഏതായാലും ഇന്നത്തെ ഒരു മത്സരം കഴിഞ്ഞതിന് ശേഷം പോയിന്റ് ടേബിൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ 30 പോയിന്റോട് കൂടി 5-ാം സ്ഥാനത്താണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഉള്ളത്. കൂടാതെ ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ജംഷഡ്പൂർ എഫ്സി ആണെങ്കിൽ 21 പോയിന്റുമായി 7-ാം സ്ഥാനത്തുമാണ് പോയിന്റ് പട്ടികയിലുള്ളത്. ഏതായാലും ഇന്നത്തെ ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് 10-ൽ എത്ര റേറ്റിംഗ് കൊടുക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ ഏതായാലും കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു ISL ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.